നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലശ്ശേരിയിലെ പുതിയ കോടതി കെട്ടിട സമുച്ചയം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. കെട്ടിടോദ്ഘാടനം മുഖ്യമന്ത്രിയും 10 കോടതികളുടെ പ്രവർത്തനോദ്ഘാടനം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാറും നിർവഹിക്കും. തലശ്ശേരിയിലെ കാർ ഷോറൂമിൽ കാറുകൾ കത്തിച്ച കേസിൽ പ്രതിക്കെതിരെ കണ്ണവത്തും കേസ്. വയനാട് വെള്ളമുണ്ട സ്വദേശി സജീറിനെതിരെ വിശ്വാസവഞ്ചനയ്ക്കും കേസ്. ധർമ്മടം മണ്ഡലത്തിലെ 2000 സൈനികരെ ഓൾ കേരള ആർട്ടിസൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ ആദരിക്കും. ആദരായനം റിപ്പബ്ലിക് ദിനത്തിൽ. മയ്യഴി വിമോചന സമര നായകൻ PK ഉസ്മാൻ മാസ്റ്റർക്ക് സ്മാരകമൊരുങ്ങുന്നു. പ്രതിമ നിർമ്മിക്കുന്നത് ചാലക്കര PK ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. വാർത്തകൾ വിശദമായി. തലശ്ശേരിയിലെ കണ്ണൂർ ജില്ലാ ജുഡീഷ്യൽ ആസ്ഥാനത്ത് പുതിയ കോടതി കെട്ടിട സമുച്ചയം ശനിയാഴ്ച രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 10 കോടതികളുടെ പ്രവർത്തന ഉദ്ഘാടനം മുഖ്യാതിഥിയായ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാറും നിർവഹിക്കുമെന്ന് ജില്ലാ ജഡ്ജ് നിസാർ അഹമ്മദ് തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1802 ആദ്യത്തെ ജില്ലാ കോടതി വന്നു. പിന്നീട് കോടതി മാറി പല രീതിയിലും വന്ന് ഇപ്പോൾ ഈ കോർട്ട് സെൻറ്റർ ജില്ലാ ആസ്ഥാനത്ത്, നമ്മുടെ ജുഡീഷ്യൽ ആസ്ഥാനത്ത് 14 കോടതികൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ കെട്ടിടം എല്ലാം പണികൾ കഴിഞ്ഞ് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടുകൂടി പണി പൂർത്തിയായത് നാളെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓണറബിൾ മിസ്റ്റർ ജസ്റ്റിസ് നിതിൻ ജംദാർ അവർകളും ചേർന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. കെട്ടിടോദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. ആ കോടതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന 10 കോടതികളുടെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ചീഫ് ജസ്റ്റിസാണ്. ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് കേരള നിയമസഭാ സ്പീക്കറും തലശ്ശേരിയുടെ MLA-യുമായ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് N. ഷംസീർ അവർകളാണ്. പരിപാടിയിൽ കേരള ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഏറ്റവും മുതിർന്ന ജഡ്ജിയായ കണ്ണൂർകാരനായി തന്നെയുള്ള ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് സാർ, അതുപോലെ തന്നെ ജസ്റ്റിസ് ജയശങ്കര നമ്പ്യാർ, ജസ്റ്റിസ് കൗസർ എടപ്പകത്ത്, ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് എന്നിവരും ഈ ജില്ലയുടെ ജഡ്ജ് ഇൻ ചാർജ്, പോർട്ട്ഫോളിയോ ജഡ്ജും കേരള ഹൈക്കോടതി മുതിർന്ന ജഡ്ജുമായ TR രവി സാർ അവർകളും പങ്കെടുക്കുന്നുണ്ട്. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് MK ദാമോദരൻ മെമ്മോറിയൽ ബാർ അസോസിയേഷൻ ഹാളിൻ്റെയും അഡ്വക്കേറ്റ് MK ഗോവിന്ദൻ നമ്പ്യാർ മെമ്മോറിയൽ ബാർ അസോസിയേഷൻ ലൈബ്രറിയുടെയും ഫോട്ടോ അനാച്ഛാദനവും ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ് നിർവഹിക്കും. നിയമസേവന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജ് MK ജയകൃഷ്ണൻ നമ്പ്യാർ നിർവഹിക്കും. മുഖ്യ പ്രഭാഷണവും IT ട്രെയിനിംഗ് ഹാൾ ഉദ്ഘാടനവും ജസ്റ്റിസ് TR രവി നിർവഹിക്കും. ഗവൺമെൻറ് പ്ലീഡറുടെയും പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും ഓഫീസ് ഉദ്ഘാടനം നിയമ വകുപ്പ് മന്ത്രി P. രാജീവ് നിർവഹിക്കും. കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ധനമന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ഓഫീസ് ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും. ജഡ്ജസ് ലൈബ്രറി ഉദ്ഘാടനം ഡോക്ടർ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നിർവഹിക്കും. കോടതി മ്യൂസിയം ഉദ്ഘാടനം ജസ്റ്റിസ് CP മുഹമ്മദ് നിയാസ് നിർവഹിക്കും. ജില്ലാ ജഡ്ജ് KT നിസാർ അഹമ്മദ് സ്വാഗതം പറയും. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് B. കരുണാകരൻ, കലക്ടർ അരുൺ K. വിജയൻ, ഷാഫി പറമ്പിൽ MP, തലശ്ശേരി നഗരസഭാധ്യക്ഷ KM ജമുന റാണി ടീച്ചർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS സജീവൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് K. അജിത് കുമാർ, ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് GP ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിക്കും. കിഫ്ബി ഫണ്ട് വഴി 57 കോടി രൂപ ചിലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. 4 ഏക്കർ സ്ഥലത്താണ് 14 കോടതികൾ വിവിധ കെട്ടിടങ്ങളിലായി പ്രവർത്തിക്കുന്നത്. ഇതാണ് 8 നിലകളിലായി നിർമ്മിക്കുന്ന ഒറ്റ കെട്ടിടത്തിലാക്കുന്നത്. പുതുതായി പണിത കെട്ടിടത്തിൽ 136 മുറികളുണ്ട്. പടിഞ്ഞാറൻ കാറ്റും വെളിച്ചവുമെല്ലാം മുറികൾക്കകത്തും എത്തുന്ന രീതിയിലാണ് നിർമ്മാണം. കോടതിയിലെത്തുന്ന സാക്ഷികൾക്കുള്ള വിശ്രമമുറികൾ, ബാങ്ക്, പോസ്റ്റ് ഓഫീസ്,
ക്യാൻറ്റീൻ തുടങ്ങിയവയെല്ലാം പുതിയ കെട്ടിടത്തിലുമുണ്ട്. പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമായ കെട്ടിട സമുച്ചയത്തിൽ കോടതികളിലെത്തുന്ന അമ്മമാർക്ക് മൊഴിയൂട്ടൽ കേന്ദ്രവും ഒരുക്കിയിട്ടുണ്ട്. അഭിഭാഷകർക്കും വനിതാ അഭിഭാഷകർക്കും ഗുമസ്തന്മാർക്കും പ്രത്യേക വിശ്രമ മുറികളും മികച്ച ലൈബ്രറി സൗകര്യവും ജുഡീഷ്യൽ ഓഫീസർമാർക്കുൾപ്പെടെ ഉപയോഗിക്കാൻ ശീതീകരിച്ച ഓഡിറ്റോറിയവും സജ്ജമാക്കിയിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിന് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കാൻ 80 ലക്ഷം രൂപ ചെലവിൽ സോളാർ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് സൗകര്യവുമുണ്ട്. 1802 സ്ഥാപിതമായ ചരിത്രമുറങ്ങുന്ന കണ്ണൂർ ജില്ലയുടെ ജുഡീഷ്യൽ ആസ്ഥാനമായ തലശ്ശേരി കോടതിയിൽ നിലവിൽ 14 കോടതികളാണുള്ളത്. പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് പുറമെ 4 അഡീഷണൽ ജില്ലാ കോടതികൾ, കുടുംബ കോടതികൾ, മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ, പോക്സോ സ്പെഷ്യൽ കോടതി, 2 അസിസ്റ്റന്റ് സെഷൻസ് കോടതികൾ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി, 2 മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയാണ് പ്രവർത്തിച്ചു വരുന്നത്. നിലവിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വിജിലൻസ് കോടതിക്കും വ്യവസായ ട്രൈബ്യൂണലിൻ്റെ ക്യാമ്പ് സിറ്റിംഗിനും കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകൾക്കായി അനുവദിച്ച കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനും മയക്കുമരുന്ന് കേസുകൾ കൈകാര്യം ചെയ്യുന്ന ജില്ലയിലെ NDPS കോടതിക്കും തലശ്ശേരി കോടതി കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും. പൈതൃക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സെഷൻസ് കോടതി, മുൻസിഫ് കോടതി, CJM കോടതി എന്നിവ നിലവിലെ കെട്ടിടത്തിൽ തന്നെ തുടരും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ജഡ്ജ് നിസാർ അഹമ്മദ്, അഡീഷണൽ സെഷൻസ് ജഡ്ജ് J. വിമൽ, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് B. കരുണാകരൻ, പബ്ലിക് പ്രോസിക്യൂട്ടർ K. അജിത് കുമാർ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് KS സജീവൻ, സെക്രട്ടറി GP ഗോപാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. തലശ്ശേരിയിലെ മാരുതി ഷോറൂമിൽ കാറുകൾ കത്തിച്ച കേസിലെ പ്രതിക്കെതിരെ കണ്ണവത്തും കേസ്. വെള്ളമുണ്ട സ്വദേശി സജീറിനെതിരെയാണ് പരാതി. തലശ്ശേരി ചിറക്കരയിലെ കാർ ഷോറൂമിൽ 3 കാറുകൾ തീയിട്ട കേസിൽ അറസ്റ്റിലായ സജീർ ഇപ്പോൾ റിമാൻഡിലാണ്. തലശ്ശേരി മാരുതി നെക്സ ഷോറൂമിലെ കാറുകൾ കത്തിച്ച കേസിലെ പ്രതിക്കെതിരെ കോളയാട് സ്വദേശിനി നൽകിയ പരാതിയിൽ കണ്ണവം പോലീസ് കേസെടുത്തു. കോളയാട് നിദാഷ് മഹലിൽ N. റാഷിദയാണ് പരാതിക്കാരി. റാഷിദ തലശ്ശേരിയിലെ ഷോറൂമിൽ എത്തിക്കാൻ ഏൽപ്പിച്ച കാർ ഷോറൂമിലെ ജീവനക്കാരൻ കൂടിയായിരുന്ന വെള്ളമുണ്ടയിലെ സജീർ മറ്റൊരാൾക്ക് വിൽപ്പന നടത്തിയെന്നാണ് പരാതി. ഇക്കഴിഞ്ഞ ഡിസംബർ 10 പുലർച്ചെയാണ് ചിറക്കരയിലെ കാർ ഷോറൂമിൽ തീപിടുത്തമുണ്ടായത്. 3 മാരുതി കാറുകളാണ് കത്തി നശിച്ചത്. 40 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി. തുടർന്ന് തലശ്ശേരി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ശനിയാഴ്ച വെള്ളമുണ്ട സ്വദേശി സജീർ പിടിയിലായി. പണം തിരിമറി നടത്തിയത് പിടിക്കപ്പെടാതിരിക്കാനാണ് കാറുകൾ തീയിട്ടതെന്നാണ് പ്രതിയുടെ മൊഴി. ഷോറൂമിലെ കാർ കത്തിച്ച കേസിൽ അറസ്റ്റിലായ സജീർ ഇപ്പോഴും റിമാൻഡിലാണ്. ധർമ്മടം നിയോജക മണ്ഡലത്തിലെ 2000 സൈനികരെ ഓൾ കേരള ആർട്ടിസൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ആദരിക്കുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ വൈകിട്ട് 3-ന് മമ്പറത്തെ കണ്ണൂർ കൂത്തുപറമ്പ് ജംഗ്ഷനിലാണ് ആദര സമ്മേളനം സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 26-ന് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമാണ്. റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി നമ്മുടെ ധർമ്മടം നിയോജക മണ്ഡലത്തിലെ 2000-ഓളം സൈനികരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു യോഗത്തിൽ വെച്ച് മമ്പറത്ത് 74 ബാലന്മാരെ ആദരിച്ചപ്പോൾ അന്ന് പ്രഖ്യാപിച്ചതാണ് ജനുവരി 26-നുള്ള ഈ പരിപാടി. ഇനി അടുത്തൊരു പരിപാടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മമ്പറത്തുള്ള കോൺഗ്രസിന്റെ തലമുതിർന്ന മരണപ്പെട്ടുപോയ എല്ലാ നേതാക്കന്മാരും, അവരെ കുടുംബങ്ങളെയും അതുപോലെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും ആദരിക്കുന്ന ഒരു ചടങ്ങ്.
INTC ദേശീയ സെക്രട്ടറിയും കണ്ണൂർ ജില്ലാ പ്രസിഡന്റുമായ ഡോക്ടർ ജോർജ് ജോസഫ് പ്ലാന്തോട്ടം ഉദ്ഘാടനം ചെയ്യുമെന്ന് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ മമ്പ്രം ദിവാകരൻ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാതൃരാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കായി സ്വയം മറന്ന് പോരാടി പരിക്കേറ്റവർക്കും കഷ്ടപ്പെടുന്നവർക്കും സാധാരണ നിലയിൽ അർഹമായ ആദരവ് നാട്ടിൽ നിന്നും കിട്ടാറില്ലെന്നും ഈ സാഹചര്യത്തിലാണ് ഇത്തരം മാതൃകാ പരിപാടി നടത്തുന്നതെന്നും മമ്പ്രം ദിവാകരൻ പറഞ്ഞു. അതുകൊണ്ട് ഇത്തവണ 2000-ഓളം ആളുകളെ സർവീസിലുള്ളവരും പെൻഷൻ പറ്റിയവരും രോഗികളായി കിടക്കുന്നവരും അതിനെ അറിയുന്നവരും അറിയപ്പെടാത്തവരായിട്ടുള്ള ഒരുപാട് ധീര ജവാന്മാരുണ്ട്. ആ ധീര ജവാന്മാരെയെല്ലാം ഓൾ കേരള ആർട്ടിസൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് നമ്മൾ ആദരിക്കുന്നത്. ഈ യോഗത്തില് സ്വാഗതം ശ്രീ മൗഞ്ചേരി ദിനേശ് ബാബു, കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ്, അദ്ദേഹം നിർവഹിക്കും. അധ്യക്ഷൻ വഹിക്കുന്നത് ഞാൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ആദ്യം മുല്ലപ്പള്ളി രാമേന്ദ്രൻ വരാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ അസൗകര്യം കാരണത്ത് ഇപ്പൊ കണ്ണൂർ ജില്ലാ INTUCയുടെ പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജോസഫ് പ്ലാന്തോട്ടം അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. ആദരിക്കൽ ചടങ്ങിൽ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK M ബഷീർ മുഖ്യപ്രഭാഷണം നടത്തും. മമ്പ്രം ദിവാകരൻ അധ്യക്ഷനാകും. പിണറായി സ്വദേശിനിയായ സിനിമാ നടി ശുഭ തലശ്ശേരി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി സംബന്ധിക്കും. ധർമ്മടം ബ്ലോക്കിലെയും മണ്ഡലത്തിലെയും കോൺഗ്രസ് പ്രസിഡന്റുമാരും ആർട്ടിസാൻസ് ആൻഡ് സ്കിൽ വർക്കേഴ്സ് യൂണിയൻ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുക്കും. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മൗവഞ്ചേരി ദിനേശ് ബാബുവും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ലോകം അനുദിനം വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് നവീന സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ സ്ഥാപനങ്ങൾ തയ്യാറാകണമെന്ന് ഷാഫി പറമ്പിൽ MP. വാണിമേൽ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ മൈൽ സ്റ്റോൺ 2K24 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ. മൈൽ സ്റ്റോൺ 2K24 എന്ന പേരിലാണ് വാണിമേൽ ഗ്ലോബൽ പബ്ലിക് സ്കൂൾ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ മാനേജ്മെന്റിനെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സിനെ, അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുടെ പ്രയാസങ്ങളെ സംബന്ധിച്ച് ഇവിടെ സ്വാഗത പ്രാസംഗികൻ പ്രിയപ്പെട്ട മാനേജർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ പറയുന്ന സപ്പോർട്ടുകളും ഗവൺമെന്റ് പിന്തുണയൊന്നും പലപ്പോഴും ലഭ്യമാകുന്നില്ലെങ്കിൽ പോലും, മതിയായ ശമ്പള നിരക്കുകൾ അവകാശപ്പെടാൻ കഴിയില്ലെങ്കിൽ പോലും മുന്നിൽ വരുന്ന കുരുന്നുകൾ അഭിമാനത്തോടെ വളരണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ സർവീസ് നടത്തുന്ന ബഹുമാന്യരായ അധ്യാപകന്മാർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ വേദിയിൽ നേരാൻ ആഗ്രഹിക്കുകയാണ്. പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല, ഇല്ലാന്ന് വിചാരിക്കരുത്. ബാക്കി എല്ലാ കുട്ടികളും ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ കുട്ടിയിൽ ഒരു നന്മയെ കണ്ടാൽ അതിനെ ആ കുട്ടി തിരിച്ചറിയുന്ന തരത്തിൽ അഭിനന്ദിക്കുക തന്നെ വേണം. അതെത്ര ചെറിയ കാര്യമാണെങ്കിലും എത്ര വലിയ കാര്യമാണെങ്കിലും. ഒരു സ്ഥാനം തെറ്റിക്കിടക്കുന്ന കടലാസിനെ കൃത്യമായിട്ടൊരു സ്ഥലത്ത് നമ്മുടെ കുട്ടി വെക്കുന്നത് കണ്ടാൽ വെറുതെ പുറത്തൊന്ന് തട്ടി അതിനെ അഭിനന്ദിക്കാനോ ഒരു വാക്ക് പറയാനോ നമ്മൾ തയ്യാറാവേണ്ട ഒരു കാലമാണ്. അപ്പോഴാണ് ആ ചെയ്യുന്ന പ്രവർത്തിക്കുള്ള അംഗീകാരം അവർക്കത് കൂടുതൽ ചെയ്യാനുള്ള പ്രചോദനമായി മാറുന്നത്. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ MK അഷ്റഫ് അധ്യക്ഷനായി. ഗ്ലോബൽ മാനേജർ CK അഷ്റഫ് സ്വാഗതം പറഞ്ഞു. വിവിധ മത്സരവിജയികൾക്ക് നൽകുന്ന ട്രോഫിക്ക് ആവശ്യമായ തുക ചടങ്ങിൽ വെച്ച് വ്യാപാര പ്രമുഖൻ TTK അഹമ്മദ് ഹാജി ഷാഫി പറമ്പിൽ MPക്ക് കൈമാറി. ഗ്ലോബൽ കോളേജ് ഓഫ് പ്രൊഫഷണൽ സ്റ്റഡീസ് നടത്തിയ CMA USA ടെസ്റ്റിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികൾക്കും സുന്നി വിദ്യാഭ്യാസ ബോർഡ് സ്മാർട്ട് സ്കോളർഷിപ്പ് റാങ്ക് ജേതാക്കൾക്കും ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ NK മൊയ്ത് ഹാജി, സെക്രട്ടറി T യൂസഫ് എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിവിധ മത്സരവിജയികൾക്കുള്ള സമ്മാനങ്ങൾ KP കാസിം ഹാജി, വാഴയിൽ അഹമ്മദ് ഹാജി, TK അൻഷത്ത്, അലി കൊളത്തായി എന്നിവർ നൽകി. LSS USS വിജയികളെ ഇടപ്പള്ളി മൊയ്ത് ഹാജി, CPC ആലിക്കുട്ടി ഹാജി എന്നിവർ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ AP വിജയൻ, PK അബ്ദുറഹ്മാൻ, PK ഹബീബ്, അഷ്റഫ് കൊറ്റാല, NK മുത്തലിബ്, അനസ് നാങ്ങാണ്ടി, MK കുഞ്ഞബ്ദുള്ള, K പവിത്രൻ, KM ഇസ്മയിൽ, മുസ്ലിയാർ ചിയൂർ, K പോക്കർ മാസ്റ്റർ, NP സുബൈദ, MP ഹഫ്സത്ത്, ഫിറോസ് ചള്ളയിൽ, സ്റ്റാഫ് സെക്രട്ടറി CP ഷീജ എന്നിവർ സംസാരിച്ചു. JCI ടെലിച്ചറി ഗോൾഡൻ ഡ്രീംസിന്റെ 2025 വർഷത്തെ സാരഥികൾ തിങ്കളാഴ്ച ചുമതലയേൽക്കും.
BKM ഇന്റർനാഷണൽ ഹോട്ടലിൽ രാത്രി 7-നാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുകയെന്ന് പ്രസിഡന്റ് ജുബീഷ് മാതളത്ത്, നിയുക്ത പ്രസിഡന്റ് ഋഷി പ്രേംദാസ്, P. വിജേഷ് എന്നിവർ തലശ്ശേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങൾ നിങ്ങൾക്കറിയായിരിക്കും JCI ലോക്കൽ ഓർഗനൈസേഷന്റെ പ്രസിഡൻസ് 1 വർഷം ആണ് ഒരു പ്രസിഡന്റിന്റെ കാലാവധി. 1 വർഷം കഴിയുന്ന പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇലക്ഷൻ നടത്തി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പ്രസിഡന്റാണ് ഋഷി പ്രേംദാസിന്റെ ഈ വർഷം ഭാരവാഹിത്വം എടുക്കുന്ന ചടങ്ങ്, ഇൻസ്റ്റോളേഷൻ പ്രോഗ്രാം നമ്മൾ ഈ വരുന്ന 27-ാം തീയതി തിങ്കളാഴ്ച BKM ഇന്റർനാഷണൽ തലശ്ശേരി BKM ഇന്റർനാഷണൽ ഹോട്ടലിൽ വെച്ചിട്ട് ചെയ്യുവാണ്. അതിനെക്കുറിച്ച് ബാക്കി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഈ വർഷം ഞങ്ങൾക്ക് ഒരു റൈസ് അപ്പ് എന്നൊരു തീമുണ്ട്. ആ തീമിന്റെ ബേസിൽ ഉള്ള കുറെ പ്രോഗ്രാംസ് അങ്ങനെയുള്ള ഒരു എന്താ പറയാ അങ്ങനെയുള്ള പ്രോജക്ട്സ് ഒക്കെ മുന്നോട്ട് വെച്ചിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് ഈ വർഷം. JCI മുൻ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോമി ജോസഫ്, മേഖലാ പ്രസിഡന്റ് ജസിൽ ജയൻ, മുൻ മേഖലാ പ്രസിഡന്റ് KT സമീർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. JCIയുടെ അന്താരാഷ്ട്ര അധ്യക്ഷന്റെ പദ്ധതിയായ റൈസ് അപ്പ് എന്ന ആശയവുമായി കൈകോർത്ത് തലശ്ശേരിയിൽ എന്റർപ്രനേഴ്സ് ഹബ്ബ് ഈ വർഷം പ്രവർത്തനം തുടങ്ങും. പ്രാദേശിക സ്ഥാപനങ്ങൾ, ബിസിനസ്സുകൾ, സർക്കാർ ഏജൻസികൾ എന്നിവയുമായി സഹകരിച്ചാണ് പുതിയ പദ്ധതികൾ നടപ്പിലാക്കുക. പുതുതലമുറയെ ലഹരിവലയിൽ നിന്നും മോചിപ്പിക്കാനുള്ള നീക്കങ്ങളും JCI ഗോൾഡൻ ഡ്രീംസിന്റെ പുതുവർഷത്തെ ലക്ഷ്യങ്ങളാണെന്ന് ഭാരവാഹികൾ വിശദീകരിച്ചു. പ്രസിഡന്റായിട്ട് ഞാനാണ് എലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇൻസ്റ്റോളേഷൻ വരുന്നത് ഈ വരുന്ന 27-ാം തീയതിയാണ്. നമ്മളുടെ ഒരു സസ്റ്റൈനബിൾ പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ കണ്ടിരിക്കുന്നത് യങ് ഓണ്ടർപ്രണർഷിപ്പ് ഇൻക്യുബേറ്റർ ആണ്. എന്താന്ന് വെച്ചാല് പുതുതായിട്ട് നമുക്ക് ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരു യങ് ജനറേഷന് ഐഡന്റിഫൈ ചെയ്യുക, അതേപോലെ തന്നെ അവരെ ഡയറക്റ്റ് ചെയ്യുക. അതിൽ പല കാര്യങ്ങളും വരും. നമുക്ക് മെന്റർഷിപ്പ് വരും, ട്രെയിനിങ് വരും. ഒരിടവേള. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തുകേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അതെ, മണ്ഡലത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാകും. അങ്ങനെ നമ്മളൊന്നും ചെയ്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു. എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ ഫണ്ട് വേണ്ടേ? ബഹളം നിർത്ത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ ടൈലിടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പോരെ?
അല്ല പറ ഇത്തവണ ABC ഓഫർ ഉണ്ടല്ലേ? പിന്നല്ലാതെ ABCയുടെ ഓഫർ ഉള്ളപ്പോൾ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പം ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല, ABCക്കാ. ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ? ഹേ ഗായു, ദാ എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803, 9497360333. വാർത്തകൾ തുടരുന്നു. സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡും തൃപ്രങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന കെപ്കോ വനിതാ മിത്രം പദ്ധതിക്ക് തുടക്കമായി. 700 കുടുംബങ്ങൾക്കുള്ള കോഴിയും തീറ്റയുമാണ് വിതരണം ചെയ്തത്. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. സമ്പുഷ്ടമായ വളരെ സ്വാദിഷ്ടമായ വിഭവങ്ങളോട് കൂടിയ വലിയൊരു റെസ്റ്റോറൻ്റാണ്. അവിടെ ഫ്ലൈറ്റിലൊക്കെ തന്നെ പുറത്തും രാജ്യത്തും അതുപോലെ തന്നെ മറ്റേ സംസ്ഥാനത്തിലേക്കൊക്കെ പോകുന്നവർ അവിടെ കയറ്റി ഭക്ഷണം പാക്കേജ് പോകുകയാണ്. അത്രമാത്രം എല്ലാ നിലയിലും കെപ്കോ ഈ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. വീട്ടിലൊക്കെ തന്നെ കോഴി ഇല്ലാത്ത വീടുകൾ വളരെ കുറവായിരുന്നതിലാണ്. പക്ഷേ ഇപ്പോൾ നമ്മളൊക്കെ തന്നെ വളർത്താനും അതുപോലുള്ള നമ്മുടെ സ്നേഹവും കുറഞ്ഞു. അത് സ്നേഹം കൂടുതലാക്കാൻ വേണ്ടിയിട്ടാണ്. ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ സക്കീന തെക്കയിൽ അധ്യക്ഷത വഹിച്ചു. കെപ്കോ ചെയർമാൻ കൃഷ്ണമൂർത്തി മുഖ്യാതിഥിയായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയമ്പറത്ത് ഇസ്മയിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീന കുഞ്ഞിപ്പറമ്പത്ത്, ഭരണസമിതി അംഗങ്ങളായ ഹാജറ യൂസഫ്, TP യശോദ, കെപ്കോ കോർഡിനേറ്റർ ശ്രീകുമാർ എന്നിവർ സംസാരിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ ചാമാളി സ്വാഗതവും വാർഡ് അംഗം CK സുലൈഖ നന്ദിയും പറഞ്ഞു.
ശാസ്ത്രീയ സംഗീത ഉപകരണ പഠനരംഗത്ത് ഉത്തര കേരളത്തിലെ പ്രമുഖ സ്ഥാപനമായ ചാലക്കര തപസ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിന്റെ 2ാം വാർഷികം ജനുവരി 25-ന് വിപുലമായ പരിപാടികളോടെ നടക്കും. വൈകിട്ട് 3 മണിക്ക് ചാലക്കര PM ശ്രീ UG ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടികൾ നടക്കുകയെന്ന് സംഘാടകർ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ കഴിഞ്ഞ 2 വർഷമായി നടത്തിവരുന്ന തപസ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മ്യൂസിക്കിന്റെ 2ാം വാർഷികമാണ് നാളെ, അതായത് 25-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 വരെ നമ്മുടെ തപസ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുറച്ച് കലാകാരന്മാരുടെ അവരുടെ കലാവിരുന്നുകളാണ്. വൈകുന്നേരം 6:30 മുതൽ 7:30 വരെ സാംസ്കാരിക സമ്മേളനം. അത് നമ്മുടെ ബഹുമാനപ്പെട്ട മാഹി MLA ശ്രീ രമേശ് വർമ്മ അവർ ഉദ്ഘാടനം ചെയ്യുന്നു. പിന്നെ ആ ചടങ്ങിൽ നമ്മൾ ദേശീയ പുരസ്കാര ജേതാവായ ശ്രീ ചാലക്കര പുരുഷോത്തമനെയും അതുപോലെ തന്നെ നമ്മുടെ സ്വാഗതഗാനത്തിൻ്റെ വരികൾ എഴുതി തന്ന ശ്രീ ആനന്ദ് പറമ്പത്ത് മാഷയും ആദരിക്കുന്ന ഒരു ചടങ്ങ്. 6:30 വരെ സംഗീത വിദ്യാർത്ഥികളുടെ സംഗീതാർച്ചന നടക്കും. സാംസ്കാരിക സമ്മേളനം ഡയറക്ടർ അജിത് വളവിലിൻ്റെ അധ്യക്ഷതയിൽ MLA രമേശ് പറമ്പത്ത് നിർവഹിക്കും. സജിത് നാരായണൻ, KV മുരളീധരൻ, ചാലക്കര പുരുഷു, ആനന്ദ് കുമാർ പറമ്പത്ത്, പ്രദീപ് പത്മനാഭൻ, KK രാജീവ് എന്നിവർ സംസാരിക്കും. തുടർന്ന് ഗാനമേളയും ഉണ്ടാകും. നിർധന വിദ്യാർത്ഥികൾക്ക് സൗജന്യ സംഗീത പഠനം, പൊതുജനങ്ങൾക്കായി പ്രതിമാസ സംഗീത പരിപാടി, മൺമറഞ്ഞ പ്രതിഭകൾക്കായുള്ള അനുസ്മരണ ചടങ്ങുകൾ, ആദരായന പരിപാടികൾ എന്നിവ നടത്തിവരുന്നതായി വാർത്താസമ്മേളനത്തിൽ ഡയറക്ടർ അജിത് വളവിൽ പറഞ്ഞു. PTA പ്രസിഡന്റ് KK രാജീവ്, ഗായകൻ K അശോകൻ, K രഷിത എന്നിവരും സംബന്ധിച്ചു. വടക്കേ പൊയിലൂരിലെ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്ന CP ഗോവിന്ദന്റെയും തൃപ്രങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവുമായ CK അനന്തൻ മാസ്റ്ററെയും അനുസ്മരിച്ചു. വടക്കേ പൊയിലൂർ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറയുള്ള പറമ്പിൽ വെച്ചാണ് അനുസ്മരണം നടന്നത്. ഷാഫി പറമ്പിൽ MP അനുസ്മരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനവുമാണ് അവരുടെ നേതാക്കന്മാരുടെ ഭാഗത്ത് ഉണ്ടാവുന്നത് എന്നുള്ളത് തന്നെ പ്രതികരിക്കാൻ അവരും കൂടെ തീരുമാനിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ ഭൂരിപക്ഷം കൂത്തുപറമ്പിൽ ഉൾപ്പെടെ നമുക്ക് ലഭിച്ചത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവരുടെ ഉള്ളിലും അവർക്കും യോജിക്കാൻ കഴിയാത്ത നടപടികളിലൂടെയാണ് ഈ ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഭരണക്കാർക്ക് സാധാരണക്കാരെ താല്പര്യമില്ലാത്ത അവസ്ഥ ഇവിടെ രൂപപ്പെട്ടു വരികയാണ്. ഭരണത്തിലിരിക്കുന്ന ആളുകളുടെ പ്രയോറിറ്റി നാട്ടിലെ പാവപ്പെട്ടവർ അല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കറിയാം. ഇവിടുത്തെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ വിഷയത്തിൽ തീരുമാനമെടുക്കാനുണ്ടാവുന്ന കാലതാമസം നിങ്ങൾക്കറിയാം. ഇവിടുത്തെ സാധാരണ അമ്മമാരുടെ പെൻഷൻ അത് ലഭിക്കാത്തതിന്റെ പേരിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ എത്രത്തോളം ക്രൂരമായിട്ടാണ് അവഗണിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഇവിടുത്തെ സാധാരണ സ്കൂളിലെ കുട്ടികൾക്ക് പാചക തൊഴിലാളികളായി വന്ന് അവർക്ക് ചോറ് വെച്ചു കൊടുക്കുന്നവരുടെ ശമ്പളം കൊടുക്കാൻ പണമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ നാട്ടിലെ സാധാരണക്കാരൻ കഠിനമായി അധ്വാനിച്ചു കിട്ടുന്ന പണത്തിന്റെ വിഹിതത്തിൽ നിന്ന് ക്ഷേമനിധിയിലേക്ക് കടക്കുന്ന ആനുകൂല്യം കൊണ്ട് കുടുംബത്തിലെ ആരെങ്കിലും മരിച്ചാലോ അതല്ലെങ്കിൽ കല്യാണത്തിനോ അതുൾപ്പെടെയുള്ള ഒരു ആനുകൂല്യം കഴിഞ്ഞ കുറെ മാസങ്ങളും ചിലതൊക്കെ വർഷങ്ങളുമായിട്ടും കിട്ടാത്തൊരവസ്ഥ നാട്ടിലുണ്ട്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് V വിപിൻ മാസ്റ്റർ അധ്യക്ഷനായി. KPCC മെമ്പർ V സുരേന്ദ്ര മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി KP സാജു, പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം, KSU കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് MC അതുൽ, P കൃഷ്ണൻ, K സുരേഷ് ബാബു, അത്തോളിൽ വാസു, മഹമ്മൂദ് പറമ്പഞ്ചേരി, VV ഗിരിജകുമാരി എന്നിവർ സംസാരിച്ചു. T സായന്ത് സ്വാഗതവും A വാസു നന്ദിയും പറഞ്ഞു. കൊളവല്ലൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 1995-ൽ SSLC പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. 30 വർഷത്തിനു ശേഷം വീണ്ടും സ്കൂൾ അങ്കണത്തിൽ ഒത്തുചേരുന്നതെന്ന് സംഘാടകർ പാനൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊളവല്ലൂർ PR മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ 1995 SSLC പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഓർമ്മപ്പെയ്ത്ത് ജനുവരി 26-ന് രാവിലെ 10-ന് മുൻ മന്ത്രിയും കൂത്തുപറമ്പ് മണ്ഡലം MLA-യുമായ KP മോഹനൻ ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത ചലച്ചിത്ര നാടകതാരം സന്തോഷ് കീഴാറ്റൂർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പരിസ്ഥിതി ദോഷവും ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കുന്ന പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പോലുള്ള റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റാത്ത ഉൽപ്പന്നങ്ങൾ ഇനി ഉപയോഗിക്കില്ലെന്നും പകരം പരിസ്ഥിതി സൗഹൃദ മാതൃകാ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുമെന്നും ഇത് സാമൂഹിക ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇത് സംബന്ധിച്ച പ്രമേയം സംഘാടക സമിതി ചെയർപേഴ്സൺ PK ഷബ്ന ഉദ്ഘാടന ചടങ്ങിൽ അവതരിപ്പിക്കും. മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ KV ശശിധരൻ, മോഹനൻ മാനന്തേരി, ഡോക്ടർ KM ചന്ദ്രൻ, ഷജിൽ മാസ്റ്റർ, പഞ്ചായത്ത് അംഗം P മഹിജ,
സ്കൂൾ മാനേജർ പി കെ പ്രവീൺ തുടങ്ങിയവർ സംബന്ധിക്കും. കലാപരിപാടികളും ഒരുക്കിയതായും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ഭാരവാഹികളായ കെ റിനീഷ്, പി കെ ശബന, കെ ശ്രീജിത്ത്, എം പി സിജു, സി ചാന്ദിനി എന്നിവർ പങ്കെടുത്തു. ഒരിടവേള കൂടി. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 912. മൊബൈൽ 9846816762. ഒരുക്കുന്നു ഞങ്ങൾ പെണ്ണിൻ മനം പോലെന്നും പൊന്മാംഗല്യം. Bobby Chamanur International Jeweler. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ജിയോ സാൻഡ്. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകൾ തുടരുന്നു. മയ്യഴി വിമോചന സമര നായകൻ PK ഉസ്മാൻ മാസ്റ്റർക്ക് സ്മാരകമൊരുങ്ങുന്നു. ജന്മനാടായ ചാലക്കരയിൽ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹൈസ്കൂൾ അങ്കണത്തിൽ
പ്രതിമ സ്ഥാപിക്കുമെന്ന് സഹപാഠി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ദിനദേശാഭിമാനിയായ PK ഉസ്മാൻ മാസ്റ്ററുടെ നാമത്തിൽ അറിയപ്പെടുന്ന സ്കൂളിൽ എന്തുകൊണ്ട് നമുക്കൊരു പ്രതിമ സ്ഥാപിച്ചുകൂടാ എന്ന് കമ്മിറ്റിയിലെ ആൾക്കാർ ചോദിക്കുകയുണ്ടായി, ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. അന്ന് തീരുമാനമെടുത്തതാണ് നമ്മൾ ഒരു പ്രതിമ എന്ന് വില കൊടുത്ത് നമ്മൾ സ്ഥാപിക്കണമെന്ന്. കാരണം മെയ്യടിയിൽ ഒരു കുറേ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഒക്കെ തന്നെ പ്രതിമകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഉസ്മാൻ മാസ്റ്റർ മാത്രം എവിടെയും സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം വരും തലമുറക്ക് ഇത് ഉസ്മാൻ മാസ്റ്ററെ കുറിച്ചിട്ട് വളരെയേറെ ധാരണയും ഒരു പൊതുധാരണയും ഒക്കെ തന്നെ ഉണ്ടാകുന്നത് അറിയപ്പെടണമെങ്കിൽ അത് സഹപാഠിയിൽ കൂടി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് സഹപാഠി മുൻകൈയെടുത്തിട്ട് നടത്തപ്പെടുന്ന പ്രതിമ സ്ഥാപിക്കൽ. ആ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി ഏകദേശം 2 ലക്ഷത്തിൽ പരം രൂപയോളം പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടി ചെലവാകുന്നതോടൊപ്പം PK ഉസ്മാൻ മാസ്റ്ററുടെ ജന്മശതാബ്ദി വർഷത്തിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമായ ജനുവരി 26-ന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സഹപാഠിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് 5 മണിക്ക് പ്രതിമ സ്ഥാപിക്കുന്നതിനാവശ്യമായ ശിലാസ്ഥാപന കർമ്മം നടക്കും. മാസ്റ്ററുടെ ജീവചരിത്രകാരൻ P. ഗംഗാധരൻ മാസ്റ്ററാണ് ശിലയിടുക. ഉസ്മാൻ മാസ്റ്റർ ഈ ലോകത്തോട് അകാലത്തിൽ വിട പറഞ്ഞ മാർച്ച് 23-ന് ഒരു നാട്ടുത്സവ പ്രതീതിയിൽ പ്രതിമ അനാച്ഛാദനം ചെയ്യും. പ്രമുഖ ശില്പി കണ്ണൂരിലെ മനോജ് കുമാറാണ് പ്രതിമ നിർമ്മിക്കുന്നത്. മാസ്റ്ററുടെ സ്മരണകൾ ഉണർത്തുന്ന വിവിധ അനുബന്ധ പരിപാടികളും നടക്കും. അധ്യാപികയായ സീനത്തിൻ്റെ സ്പോൺസർഷിപ്പോടെയാണ് ചാലക്കരയുടെ ചിരകാല സ്വപ്നം പൂവണിയുന്നത്. ഫെബ്രുവരി 2-ന് മാഹി വിദ്യാഭ്യാസ മേഖലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി പ്രശ്നോത്തരി ഉപന്യാസ മത്സരങ്ങൾ നടത്തും. ഓരോ വിദ്യാലയത്തിൽ നിന്നും 2 വീതം കുട്ടികൾക്ക് പങ്കെടുക്കാം. ഫെബ്രുവരി 9-ന് ദേശഭക്തി ഗാന മത്സരവും നടക്കും. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കൊപ്പം പൊതുജനങ്ങൾക്കും പ്രത്യേകം മത്സരങ്ങൾ ഉണ്ടാകും. ചാലക്കര ഉസ്മാൻ ഗവൺമെൻറ് ഹൈസ്കൂളാണ് മത്സരവേദി. ഓരോ വിദ്യാലയത്തിൽ നിന്നും പരമാവധി 3 പേർക്ക് മത്സരിക്കാം. മാസ്റ്ററുടെ ജന്മശതാബ്ദി വർഷത്തിൽ ഒരു നാട്ടുത്സവത്തിൻ്റെ പ്രതീതിയിൽ മാർച്ച് 23-ന് നടക്കുന്ന പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ വെച്ച് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. സെമിനാറുകൾ, ചിത്ര പ്രദർശനം, വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ സഹപാഠി ഭാരവാഹികളായ K. മോഹനൻ, KP വത്സൻ, ചിത്രൻ കുന്നുമ്മൽ, സമീർ ചാലക്കര, PTC ശോഭ എന്നിവർ സംബന്ധിച്ചു. കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന സഹപാഠിക്കൊരു വീട് പദ്ധതിക്ക് തുടക്കമായി. സ്കൂൾ മാനേജ്മെന്റിന്റെയും പ്രദേശവാസികളുടെയും സാന്നിധ്യത്തിൽ തറക്കല്ലിടൽ കർമ്മം നടന്നു. കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് ഹൃദയസ്പർശിയായ മറ്റൊരു പദ്ധതിക്ക് കൂടി രൂപം നൽകിയിരിക്കുകയാണ്. സഹപാഠിക്കൊരു വീട് പദ്ധതിക്കാണ് ഏറ്റവും ഒടുവിൽ NSS യൂണിറ്റ് തുടക്കം കുറിച്ചത്. തൃപ്പങ്കോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കയിൽ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. തികച്ചും മാതൃകാപരമായ പ്രവർത്തനമാണ് വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കയിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. PTA പ്രസിഡന്റ് നാസർ പുത്തലത്ത് അധ്യക്ഷനായി. സ്കൂൾ മാനേജർ PPS സലാം, പഞ്ചായത്ത് അംഗങ്ങളായ നെല്ലൂർ ഇസ്മയിൽ, പ്രൊഫസർ ഇസ്മയിൽ കോയമ്പ്രത്ത്, സ്കൂൾ പ്രിൻസിപ്പാൾ VK സുജൻ, പ്രോഗ്രാം ഓഫീസർ PK നൌഫൽ, പ്രധാനാധ്യാപിക മീരാബായി, മൂസ മാസ്റ്റർ, ജാബിർ ഇല്ലത്ത്, OP മുഹമ്മദ്, ഫാത്തിമ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. പദ്ധതി വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ പൊതുജനങ്ങളുടെ സഹകരണവും NSS യൂണിറ്റ് അഭ്യർത്ഥിച്ചു. വളയം UP സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി കരകൗശല ചിത്രപ്രദർശനം സംഘടിപ്പിച്ചു. വളയം SI ഹരിദാസൻ വള്ളുക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. വളയം SI ഹരിദാസൻ വള്ളുക്കണ്ടി ഉദ്ഘാടനം ചെയ്തു. വഴിമാറിപ്പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം വഴിമാറിപ്പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ നമ്മുടെ ഇംഗിതത്തിനനുസരിച്ച് PTA പ്രസിഡന്റ് EK സുനിൽ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക VK അനില, KK സജീവ് കുമാർ, KK നികേഷ്, V രാധാകൃഷ്ണൻ, N കുഞ്ഞിക്കണ്ണൻ, CB സഗീഷ് എന്നിവർ സംസാരിച്ചു.
ചിത്രകാരൻ വി രാധാകൃഷ്ണന്റെ മ്യൂറൽ ചിത്രത്തിന്റെ മെഴിത്തുറക്കൽ ചടങ്ങും നടന്നു. ചിത്രകാരൻ എൻ കുഞ്ഞിക്കണ്ണൻ കർമ്മം നിർവഹിച്ചു. 10-ലേറെ ചിത്രകാരന്മാരുടെ ചിത്രങ്ങളും ശില്പവും പ്രദർശിപ്പിച്ചു. ഉമ്മത്തൂർ SIS കോളേജിൽ കേരള സർക്കാർ സംരംഭമായ അസാപ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ സംബന്ധിച്ചു. മാനേജർ പ്രൊഫസർ പി മമ്മു സാഹിബ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. in the courses also to complete. And if you take such initiative, that will help you in the future development of your life. In any case, thank you very much. I did not the name of Almighty God. പ്രിൻസിപ്പൽ ഡോക്ടർ പുത്തൂർ മുസ്തഫ അധ്യക്ഷത വഹിച്ചു. അസാപ് പ്രോഗ്രാം കോർഡിനേറ്റർ അഞ്ജു എസ് ദേവ്, ജിതിൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സെന്റർ കോർഡിനേറ്റർ TK ഫായ് സ്വാഗതവും അവന്തിക നന്ദിയും പറഞ്ഞു. കരിയറായി മാറ്റാം എങ്ങനെ അത് ഫുൾ ടൈം ആ ജോബ് തന്നെ ചെയ്യുന്നു, സെന്റർ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന് ഓണറായിട്ട് വർക്ക് ചെയ്യുന്നു, മെല്ലെ മെല്ലെ ഗ്രോ ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായിരിക്കും അത് ഒരു കരിയറായി മാറും. പക്ഷെ ജോബ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് നമ്മൾ എന്തെങ്കിലും പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടോ താൽക്കാലിക ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടോ ഷോർട്ട് ടേമായി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു ജോബ് എന്ന് പറഞ്ഞാൽ. അതെന്തും ആവാം. നിങ്ങളൊരു ഒരു ഡെലിവറി ബോയായി വർക്ക് ചെയ്യുന്നതാവാം, ചിലപ്പോൾ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ബില്ലിൽ നിൽക്കുന്നതാവാം, അല്ലെങ്കിൽ ട്യൂഷൻ നമ്മൾ ട്യൂഷൻ നിൽക്കുന്നതാവാം. അങ്ങനെ എന്ത് ജോബുകളിലും ആവാൻ പറ്റും. പക്ഷേ കരിയർ എന്ന് പറയുമ്പോഴേക്കും എപ്പോഴും ഗ്രോത്ത് ഒരിക്കലും ഒരു പെട്ടെന്നൊരു ഗ്രോത്ത് ഉണ്ടാവില്ല കരിയറിൽ, അല്ലെ? എപ്പോഴും നിങ്ങൾക്കൊരു BCom ഗ്രാജുവേറ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലശ്ശേരിയിലെ പുതിയ കോടതി കെട്ടിട സമുച്ചയം ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. കെട്ടിടോദ്ഘാടനം മുഖ്യമന്ത്രിയും 10 കോടതികളുടെ പ്രവർത്തനോദ്ഘാടനം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാറും നിർവഹിക്കും. തലശ്ശേരിയിലെ കാർ ഷോറൂമിൽ കാറുകൾ കത്തിച്ച കേസിൽ പ്രതിക്കെതിരെ കണ്ണവത്തും കേസ്. വയനാട് വെള്ളമുണ്ട സ്വദേശി സജീറിനെതിരെ വിശ്വാസവഞ്ചനയ്ക്കും കേസ്. ധർമ്മട മണ്ഡലത്തിലെ 2000 സൈനികരെ ഓൾ കേരള ആർട്ടിസൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ ആദരിക്കും. ആദരായനം റിപ്പബ്ലിക് ദിനത്തിൽ. മയ്യഴി വിമോചന സമര നായകൻ PK ഉസ്മാൻ മാസ്റ്റർക്ക് സ്മാരകമൊരുങ്ങുന്നു. പ്രതിമ നിർമ്മിക്കുന്നത് ചാലക്കര PK ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.